എം.എസ്. വേണുഗോപാൽ, താങ്കൾ അതിനോട് യോജിക്കുന്നുണ്ടോ? ഇന്ന് മുഷ്ടി ചുരുട്ടിയാണ് പിണറായി വിജയൻ വീടിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത് ED ഉദ്യോഗസ്ഥർ പോയതിനു ശേഷം. അതിനിടയിൽ ഒരു കാര്യം സംഭവിച്ചു. ഈ ED ഉദ്യോഗസ്ഥരെ CPM പ്രവർത്തകർ ആക്രമിക്കുകയും ചെയ്തു. പക്ഷേ അതെല്ലാം കഴിഞ്ഞിട്ട് പിണറായി വിജയൻ സംസാരിച്ചപ്പോൾ തളർത്താൻ നോക്കേണ്ട എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഉയർത്തെഴുന്നേൽപ്പായി മാറുന്നുണ്ടോ? താങ്കളുടെ വിലയിരുത്തൽ സിബി അങ്ങനെ പറയുകയാണോ? സിബി പറഞ്ഞതിന് ഞാൻ 90% യോജിക്കുകയാണ്. കാരണം വളരെ തളർന്ന് അവശനായി താൻ തന്നെ നിയോഗിച്ച ഏരിയ കമ്മിറ്റി അംഗങ്ങൾ, ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ വരെ അദ്ദേഹത്തിനെ അധിക്ഷേപിച്ചു കൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം വളരെയധികം തളർന്ന് അവശനായി നിന്ന ഒരു രാഷ്ട്രീയമായാണ് ഞാൻ പറഞ്ഞത്. രാഷ്ട്രീയമായി അവശനായി നിന്നപ്പോൾ അദ്ദേഹത്തിന് വലിയ ഒരു നേതാവിൻ്റെ ഒരു കിരീടം അണിയിച്ചു കൊടുക്കുകയാണ് ഈ ഇവൻ്റ് ഒന്നാമതായി നടത്തിയത്. അതുവഴി അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ തന്നോടൊപ്പം നിൽക്കാത്ത കുറേ പേരെ കൂടെ അദ്ദേഹത്തിന് കൊണ്ടുവരാൻ കഴിഞ്ഞു. ഞാൻ പറയുന്നത് അനുഭാവികളല്ല, അതുപോലെ തന്നെ മറ്റ് പ്രവർത്തകരല്ല. യഥാർത്ഥത്തിൽ പാർട്ടിയുടെ റാങ്ക് ആൻഡ് ഫയലിനെ ഒരു 50% അദ്ദേഹത്തിൻ്റെ കൂടെ നിർത്താൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു കാര്യം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോഴും കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി എന്ന് പറയുന്നത് പിണറായി വിജയനാണെന്ന് പറയാതെ പറയുകയും കൂടെയാണ് ഇന്ന് ചെയ്തത്. പാർട്ടി ഓഫീസിൽ കയറി അവിടുത്തെ പ്രതികളെ പിടിക്കാൻ പോയത് അവരെ അകത്തോട്ട് കയറാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, പാർട്ടി ഓഫീസിൽ നിന്ന് പിടിച്ചു എന്ന് റെക്കോർഡ് ഉണ്ടാക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ പോലീസിൽ നിന്ന് മാറിയിരിക്കുകയാണ്. കാരണം അവിടെ നിന്ന് ഇറക്കി വിട്ട് വേറെ കുറച്ച് 100 മീറ്റർ അപ്പുറത്തോട്ട് പോയി പാളയം ജംഗ്ഷനിൽ വെച്ച് ഞങ്ങൾ ഇവരെ സാഹസമായി പിടികൂടിയെന്നേ ഇനി പോലീസിന് പറയാൻ കഴിയുള്ളൂ. അത് ആഭ്യന്തര വകുപ്പിന്റെ പരാജയമാണ്. ആഭ്യന്തര വകുപ്പിന്റെ പരാജയം, തികഞ്ഞ പരാജയം എന്ന് മാത്രമല്ല ED ഉദ്യോഗസ്ഥർക്ക് സുരക്ഷ നൽകാൻ കഴിയാത്തതും ആഭ്യന്തര വകുപ്പിന്റെ പരാജയമാണ്, ഒരു സംശയമില്ല. ആഭ്യന്തര വകുപ്പിന്റെ മന്ത്രി RC ആണെങ്കിലും ഇന്ന് ആഭ്യന്തര വകുപ്പിന്റെ യഥാർത്ഥ മന്ത്രി ശ്രീ പിണറായി വിജയനാണെന്ന് അദ്ദേഹം തെളിയിച്ചിരിക്കുകയാണ്. ADGP, ക്രമസമാധാനത്തിന്റെ ചുമതലയുള്ള ADGP പാർട്ടിയുടെ ലോക്കൽ ഏരിയ കമ്മിറ്റി ഓഫീസിന്റെ മുമ്പിൽ വന്നു നിന്ന് കെഞ്ചുകയാണ്, അവരെ ഞങ്ങൾക്കൊന്ന് വിട്ടു തരുമോ എന്ന് ചോദിച്ചുകൊണ്ട്. പ്രതികൾ അവിടെ ഉണ്ടെന്നറിയാം, നിരവധി ക്യാമറ പിക്ചേഴ്സ് അവരുടെ കയ്യിൽ ഇരിക്കുകയാണ്, സ്റ്റിൽ ചിത്രങ്ങളുണ്ട്. എന്നിട്ട് പോലും അത് അവർക്ക് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം. ഇവരൊക്കെയാണ് പ്രതികൾ, ഇത്രയും പേര് അകത്തുണ്ട് എന്ന് പറഞ്ഞിട്ട് അകത്തുണ്ടാവാം, തരികില്ല എന്നുള്ള നടപടിയാണ് നടത്തിയത്. അതിൽ നിന്ന് സൂചിപ്പിക്കുന്നത് പിണറായി വിജയൻ 2 കൂട്ടരെയാണ് വിറപ്പിച്ചിരിക്കുന്നത്. ഒന്ന്, തൻ്റെ പാർട്ടിയിൽ തനിക്കെതിരെ നിൽക്കുന്നവരോടൊന്ന് വിറപ്പിച്ചിരിക്കുകയാണ്. കണ്ടോടാ എൻ്റെ കൂടെ നിൽക്കുന്നത് ആരൊക്കെയാണെന്ന്, വേണ്ടി വന്നാൽ ADGPയെ മാത്രമല്ല നിങ്ങളെയൊക്കെ എനിക്ക് വരട്ടാൻ കഴിയും. രണ്ടാമത്തേത്, ഇവിടുത്തെ മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും കൂടി ഒരു വാണിംഗ് കൊടുത്തിരിക്കുകയാണ്. പഴയ കഥ മറന്നു പോകരുത്. 50,000 പേരെ സെക്രട്ടേറിയറ്റിന് ചുറ്റും നിർത്തി വളച്ചു നിർത്തി 1നും 2നും പോകാൻ പറ്റാത്ത ഗതി ഞാൻ ഉണ്ടാക്കും, സൂക്ഷിച്ചോ. TP ചന്ദ്രശേഖരൻ വധം നടന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ മനസ്സിലായി കുഞ്ഞനന്ദൻ്റെ മുകളിലേക്ക് അന്വേഷണം പോയില്ല. ആ പോകാതിരുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവിടെ ഇതുപോലൊരു ജനകീയ മുന്നേറ്റം എന്ന് ഞാൻ പറയില്ല, അത് സംഘടിതമായ ഒരു ഗ്രൂപ്പിൻ്റെ മുന്നേറ്റം അവിടെ ഉണ്ടായി. ആ മുന്നേറ്റം ഇപ്പോഴും തുടരുന്നു. ഒരു 5,000 പേര് ഓരോ ജില്ലയിലും ഞാൻ വിചാരിച്ചാൽ കിട്ടും എന്ന് പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് വേറൊന്നും കൂടെ ഉണ്ട്. കേന്ദ്രത്തിൽ നിന്ന് മെഷീൻ ഗണ്ണുമായി വന്ന EDയെ ഞങ്ങൾ കല്ലും കട്ടയും എടുത്ത് എറിഞ്ഞ് ഓടിച്ചു. അതുകൊണ്ട് കേരളത്തിലെ ഈ തെറിക്കുന്ന തൊപ്പിയും വെച്ചുകൊണ്ടിരിക്കുന്ന പോലീസുകാരെ ADGP ആയാലും DGP ആയാലും ഒരു കാര്യം മനസ്സിലാക്കൂ, ഞങ്ങളുടെ മുമ്പിൽ ഇട്ടില്ലെങ്കിൽ അധിക നാളൊന്നും ഇവിടെ പോകാൻ കഴിയും. താങ്കൾ പറഞ്ഞ ദൃശ്യം ഇതാണ്. CPMന്റെ നേതാക്കൾ ADGPയുമായി തർക്കിക്കുന്നതാണ്. ആ സമയത്ത് പാർട്ടി ഓഫീസിൽ ഈ കല്ലെറിഞ്ഞ പ്രതികൾ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഒന്ന് കേട്ടു വെക്കാം അവരുടെ തർക്കം. ഈ തർക്കം നടക്കുന്ന സമയത്ത് പാർട്ടി ഓഫീസിൽ പ്രതികൾ ഉണ്ടായിരുന്നു. അതിനുശേഷം CPM നേതാക്കളും പോലീസും തമ്മിലൊരു ധാരണ ഉണ്ടാക്കുന്നു. പാർട്ടി ഓഫീസിന് വെളിയിൽ വെച്ച് ഈ പ്രതികളെ പിടികൂടാം, കല്ലെറിഞ്ഞ പ്രതികളെ പിടികൂടാമെന്ന്. അങ്ങനെ പോലീസ് വാഹനം വന്ന് അവരെ കയറ്റിക്കൊണ്ടു പോവുകയാണ് ഉണ്ടായത്. ഇത് കേരള പോലീസിന് നാണക്കേടാണ്, ആഭ്യന്തര വകുപ്പിനും നാണക്കേടാണ്. ഇവരെ പിടികൂടുന്നതിന് വേണ്ടി CPMുമായി ഒരു അണ്ടർസ്റ്റാൻഡിംഗിൽ ഏർപ്പെട്ടു എന്നുള്ള കാര്യം. പക്ഷേ അവരെ പിടികൂടി എന്ന കാര്യത്തിൽ വേണമെങ്കിൽ കേരള പോലീസിന് അഭിമാനവും പറയാം, ഇല്ലേ? ഉടൻ തന്നെ പിടികൂടി. അവര് പറഞ്ഞു പാർട്ടി ഓഫീസിൽ നിന്ന് പിടിക്കാൻ ഒക്കില്ല,
അതായത് കോടതിയിൽ റിപ്പോർട്ട് വരുമ്പോൾ പാർട്ടി ഓഫീസിൽ കയറി പിടിച്ചു എന്ന് വരാൻ പാടില്ല. പാർട്ടി ഓഫീസിൽ കയറി പിടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിയുടെ പല നേതാക്കളും അകത്താകും. പാർട്ടിയുടെ ഉന്നത നേതാക്കൾ പ്രതിയായി വരും ഇതിനകത്ത്. പാർട്ടിയിൽ നിന്നല്ല പിടിച്ചു. കുറേ ക്രിമിനൽസ് അവിടെ ഉണ്ടായിരുന്നു. ആ ക്രിമിനൽസ് EDയുടെ കാറിനെ ആക്രമിച്ചു. അവർ പാളയം ജംഗ്ഷനിലിട്ട് പിടിച്ചു. കുറച്ചുകൂടെ അപ്പുറത്ത് ഞങ്ങളുടെ ഓഫീസിൻ്റെ അപ്പുറത്ത് കുറച്ച് മാറി പിടിച്ചു. ഇത് നാളെ പാർട്ടിയുടെ വക്കീൽ വാദിക്കുന്ന ഇതായിരിക്കും. ഒരു പക്ഷേ പോലീസിനും ഇതേ കൊടുക്കാൻ കഴിയുള്ളൂ. പാർട്ടി ഓഫീസിനകത്ത് കയറി ഞങ്ങൾ പിടിച്ചു എന്ന് കൊടുക്കാൻ പറ്റുമോ? FIRൽ കൊടുക്കാൻ പറ്റില്ല. EDക്കെതിരെയുള്ള ആക്രമണത്തിൻ്റെ FIRൽ അവർ കൊടുക്കുന്നത് അതായിരിക്കില്ല. ഞങ്ങൾ പാർട്ടി ഓഫീസിൽ കയറി പിടിച്ചു എന്ന് എഴുതാൻ പറ്റില്ല. അവർക്ക് എഴുതാൻ പറ്റും ഞങ്ങൾ പാളയം ജംഗ്ഷനിൽ വെച്ച് സാഹസികമായി ഉരുട്ടി കൂട്ടി പിടിച്ചു. അപ്പോൾ ഈ 12 പേരിൽ ഒതുങ്ങും ഈ കേസ്. അതല്ലെങ്കിൽ മുകളിലോട്ട് അതാണ് ഞാൻ പറഞ്ഞത്, കുഞ്ഞനന്തൻ അപ്പുറം പോയില്ല. ഇവിടെ ഈ നേമ ഏരിയ സെക്രട്ടറിക്ക് അപ്പുറം ഇത് പോവില്ല, അതവിടെ നിൽക്കും. അതിനാണ് ഈ കളി കളിച്ചത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൊണ്ടുണ്ട്. ഇന്ന് ഷോൺ ജോർജിൻ്റെ വീട്ടിലേക്ക് ഒക്കെ ആയിട്ട് പോയിരിക്കുകയാണ്. അവിടെ ഒരു സംഘർഷം നടക്കാൻ പോവുകയാണ്. CPMൻ്റെ പ്രവർത്തകർക്ക് നേരെ BJPക്കാരും വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ വേറൊന്നും കൂടെ അതിനകത്ത് തെളിയിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടുത്തെ BJPക്കാരെ നേരിടുന്നത് ഞങ്ങളാണ് ന്യൂനപക്ഷങ്ങളെ. അതുകൊണ്ട് നിങ്ങൾ കൊടുത്ത വോട്ട് വെറുതെയാണ്. ഈ ഭീരുക്കൾക്കാണ് നിങ്ങൾ വോട്ട് കൊടുത്തത്. ആ വോട്ട് കൊണ്ട് യാതൊരു പ്രയോജനം വരാൻ പോകുന്നില്ല. അടുത്ത 2029 ഇലക്ഷനിൽ നിങ്ങൾ ഞങ്ങൾക്ക് തിരിച്ച് വോട്ട് തരും. അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വന്ന് വീഴും എന്നൊരു സൂചനയാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ വളരെ ദുർബലമായി 35 സീറ്റുമായി നിന്ന മാർക്സിസ്റ്റ് പാർട്ടി ഇന്ന് 70 സീറ്റിലെത്തിയിരിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.